FCRA ഭേദഗതി ബില്ലിൽ ആശങ്ക പ്രകടിപ്പിച്ച് CBCI. ലോക്സഭയിൽ അവതരിപ്പിച്ച വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ അപകടകരവും അതിന്റെ പ്രത്യാഘാതങ്ങൾ ആശങ്കാജനകവുമാണെന്ന് CBCI ചൂണ്ടിക്കാട്ടി. ലൈസൻസ് പുതുക്കുന്നതിന്റെ മറവിൽ ഭരണഘടനാപരമായി ഉറപ്പു നൽകുന്ന ന്യൂനപക്ഷ സ്വാതന്ത്ര്യത്തിന്മേൽ കടന്നുകയറാൻ നിർദ്ദിഷ്ട ഭേദഗതി വഴിയൊരുക്കുമെന്ന് CBCI വിലയിരുത്തി. ന്യൂനപക്ഷ സ്ഥാപനങ്ങളുടെയും സിവിൽ സൊസൈറ്റി സംഘടനകളുടെയും പ്രവർത്തനങ്ങളിൽ അനാവശ്യമായ ഇടപെടലുകൾക്ക് ഇത് കാരണമാകും. ലൈസൻസ് പുതുക്കാൻ വിസമ്മതിക്കാനോ റദ്ദാക്കാനോ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്ന വ്യവസ്ഥകളിൽ CBCI ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തി. ന്യൂനപക്ഷ സംഘടനകളുടെയും NGOകളുടെയും സ്ഥാപനങ്ങൾ, ഫണ്ടുകൾ, സ്വത്തുക്കൾ എന്നിവയുടെ നിയന്ത്രണം പുതുതായി നിർദ്ദേശിച്ചിരിക്കുന്ന അതോറിറ്റിക്ക് ഏറ്റെടുക്കാൻ സാധിക്കുന്ന നടപടികൾ അംഗീകരിക്കാനാവില്ല. നീതി, സുതാര്യത, ഉത്തരവാദിത്തം എന്നിവയിൽ ഗുരുതര ആശങ്ക ഉയർത്തുന്ന നിയമങ്ങളാണ് ഇത്. പാർലമെന്റിൽ പ്രതിപക്ഷാംഗങ്ങളുടെ പ്രതിഷേധം വകവയ്ക്കാതെ മൗലികാവകാശങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ വിപുലമായ കൂടിയാലോചനകളോ ചർച്ചകളോ ഇല്ലാതെ ഏകപക്ഷീയമായി ബിൽ അവതരിപ്പിച്ചതിനെ മെത്രാൻ സമിതി ചോദ്യം ചെയ്തു. ജനാധിപത്യ തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്നതിനാൽ ന്യൂനപക്ഷ സ്ഥാപനങ്ങളെ അമിതവും കർശനവുമായ ഒരു നിയന്ത്രണ ചട്ടക്കൂടിന് കീഴിൽ കൊണ്ടുവരാനുള്ള ശ്രമം വളരെയധികം ആശങ്കയോടെയാണ് കാണുന്നത്. NGOകളുടെ FCRA രജിസ്ട്രേഷൻ കാലഹരണപ്പെടുമ്പോൾ അവരുടെ വിദേശ ഫണ്ടുകളുടെയും ആസ്തികളുടെയും നിയന്ത്രണമേറ്റെടുക്കാൻ കേന്ദ്രത്തെ പ്രാപ്തമാക്കുന്ന വ്യവസ്ഥ ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവും സ്വാഭാവിക നീതിയുടെ തത്വങ്ങൾക്ക് വിരുദ്ധവുമാണ്. ഈ ആശങ്കകൾ കണക്കിലെടുത്ത് നിർദ്ദിഷ്ട ഭേദഗതികൾ പുനഃപരിശോധിക്കണമെന്നും ബില്ലിൽ നിന്ന് എല്ലാ വിവാദപരമായ വ്യവസ്ഥകളും നീക്കം ചെയ്യണമെന്നും കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. എല്ലാ പൗരന്മാരുടെയും പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെയും ഭരണഘടനാപരമായ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും പൂർണ്ണമായി സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും CBCI ആവശ്യപ്പെട്ടു. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.